എറണാകുളം ആലുവയിൽ 4 വയസ്സുകാരിയെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് തുടങ്ങും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് റാഫി കരീമാണ് ചേരുന്നത്. റാഫി, ഇതിന്റെ ഒരു തുടക്കം മുതൽ റാഫി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ ഇനിയുള്ള നീക്കം എന്താണ്? തെളിവ് ശേഖരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ശബ്ദത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ തെളിവുകൾ ശേഖരിക്കുക, അതുപോലെ തന്നെ പ്രതിയായ അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് അവരെ ചോദ്യം ചെയ്യാൻ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും അവർ സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ അവർ അന്വേഷണവുമായും ചോദ്യം ചെയ്യലുമായും ഒന്നും സഹകരിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാഫി റെഡിയാണ്. റാഫി, തുടരാം. ക്രിസ്റ്റീന, തീർച്ചയായും തെളിവ് ശേഖരണത്തിലേക്ക് അടക്കമുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം ഇനി കടക്കുക. കാരണം ഇന്നലെ കല്യാണിയുടെ സംസ്കാരം പൂർത്തിയായതിനു ശേഷം റൂറൽ എസ് പി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. റൂറൽ എസ് പി ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തിനു വേണ്ടി ഈ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യ നൽകിയ മൊഴികളെല്ലാം വൈരുദ്ധ്യങ്ങളുള്ളതായിരുന്നു. കാരണം ഈ കുടുംബ പ്രശ്നങ്ങളാണ് കുട്ടിയെ ഇത്തരത്തിൽ കൊല്ലാൻ കാരണമെന്നായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ ലഭിച്ച വിവരങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഇന്നലെ ശേഖരിച്ച മൊഴികളിൽ നിന്നുമെല്ലാം പോലീസിന് മനസ്സിലാകുന്നത് അത്തരത്തിൽ സന്ധ്യ ആരോപിക്കുന്നത് പോലെ ഒരു കുടുംബ പ്രശ്നം ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് കാരണം എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ മുങ്ങി മരണമാണ് ഈ കുട്ടി മരിക്കാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യ പറയുന്ന ചില മൊഴികളിൽ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പാലത്തിൽ നിന്ന് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞാണ് കൊലപാതകം നടത്തിയതെന്നുള്ള റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. പരമാവധി തെളിവുകൾ ശേഖരിക്കുക, അതാണ് ഇനി പോലീസിൻ്റെ മുന്നിലുള്ളത്. ഇപ്പം ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഈ അമ്മ പലതരത്തിൽ മൊഴികൾ മാറ്റി പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒടുവിൽ പറഞ്ഞ മൊഴി അത് കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു എന്നുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ തെരച്ചിലിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീടാണ് അമ്മ തന്നെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമൊക്കെ വരുന്നത്.